പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ ജീസസ്. ഇന്ന് പകലില് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 36ാമത്തെ രാത്രിയിൽ ആമേൻ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹാഭാഗ്യമോർത്ത്, മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് ആ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ സ്വരൂപത്തിൽ ആമേൻ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഈ ഭൂമിയിൽ ആമേൻ ജീവനുള്ള ദേഹിയാക്കി നിർത്തിയ മനുഷ്യനെ ഹല്ലേലൂയ വീഴ്ത്തിക്കളയുവാൻ തന്ത്രപൂർവം ആമേൻ അവന്റെ കണ്ണിന് ഇമ്പമായതിനെ സ്വന്തമാക്കുവാൻ സപ്പോർട്ട് ചെയ്ത ദുഷ്ടപിശാച് ഇന്നും പലരുടെയും കണ്ണിന് ഇമ്പമാറിയത് ഹല്ലേലൂയ സ്വന്തമാക്കുവാൻ സപ്പോർട്ട് ചെയ്തപ്പോൾ ഹല്ലേലൂയ ദൈവം തന്റെ മക്കൾക്ക് ആമേൻ അവകാശമാക്കി വെച്ചിരിക്കുന്ന നന്മയെ ആമേൻ അനുഭവിക്കുവാൻ കഴിയാതെ പലരെയും പല വിഷയത്തിനകത്ത് കുടുക്കി ആമേൻ അവന്റെ തന്ത്രം ആമേൻ പലരെയും നിരാശയിലും കണ്ണുനീരിലും ആമേൻ ഇരുത്തുമ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തം കേട്ട് ആമേൻ ദൈവശബ്ദം കേട്ട് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി മാറിയ ദൈവ മക്കൾക്ക് പരിചയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, കോട്ടയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, സങ്കേതമായി അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. പിശാച് പലപ്പോഴും ആമേൻ തന്റെ മക്കളെ വശീകരിച്ച് ചതിച്ച് ആമേൻ പ്രലോഭനത്തിലൂടെ ആമേൻ വലയിൽ കുടുക്കി ആമേൻ കെണിയൊരുക്കി അതിനകത്ത് തള്ളിയിട്ട് നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ തമ്പുരാന്റെ പദ്ധതി ആമേൻ പിശാചിന്റെ പദ്ധതിയെ പൊളിച്ച് അതിനകത്ത് നിന്ന് ആമേൻ ജനത്തെ പുറത്തേക്ക് ആമേൻ ഉയർത്തുക, നയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് പകലിലും ആമേൻ ആ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി ശത്രു ഒരിക്കൽ കെണിയിൽ അകപ്പെടാതെ അവന്റെ പദ്ധതിക്ക് ഇരയാകാതെ ഹല്ലേലൂയ ജീവിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. പിശാച് പലപ്പോഴും ആമേൻ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ കഴിവിനെയും നമ്മുടേതാകുന്ന സകല മേഖലകളെയും അവൻ ആമേൻ തന്ത്രപൂർവം ഉപയോഗിക്കുവാൻ പല രൂപത്തിൽ, ഭാവത്തിൽ, വേഷത്തിൽ നമ്മെ പിന്തുടരുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. ഒരുപക്ഷെ വിശന്നിരിക്കുമ്പോഴായിരിക്കും, ഒരുപക്ഷെ ആവശ്യത്തിലിരിക്കുമ്പോഴായിരിക്കും, ഒരുപക്ഷെ നിരാശയിലായിരിക്കുമ്പോഴായിരിക്കും, ഒരുപക്ഷെ സങ്കടത്തിലായിരിക്കുമ്പോഴായിരിക്കും പിശാച് അവന്റെ തന്ത്രവുമായി അടുത്ത് വന്ന് ആമേൻ അവന്റെ കെണിക്കകത്ത് വീഴ്ത്താനായിട്ട് ആമേൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇന്ന് രാത്രി അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ആമേൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി സ്വർഗം ഒരുക്കിയ ഭാഗ്യകരമായ ആമേൻ അവസരം സന്തോഷമായി കാണുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആമേൻ. പ്രതികൂലങ്ങളെ കൊണ്ട്, പ്രതിസന്ധികളെ കൊണ്ട് ആമേൻ നിറഞ്ഞതായ ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം അനുഭവിച്ചുകൊണ്ട്, സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുടുംബമായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആയിരങ്ങൾ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ, അവിടിവിടങ്ങളിലായിരിക്കുന്ന അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സമാധാനം അനുഭവിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ആമേൻ ഇന്ന് പകലിലും അവിടുന്ന് കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ലൈവിലൂടെ അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ, അങ്ങേ സ്തുതിക്കുമ്പോൾ, അങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ നാമം
നാമം മഹിമപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഇന്ന് രാത്രി ഇമ്പമേറിയ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി നൽകണമേ. വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് രാത്രി ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് അങ്ങയുടെ വചനം അതേ ശക്തിയോടെ പ്രഘോഷിക്കുമ്പോൾ ചില രോഗികൾ ആമേൻ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ സ്വർഗമേ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നാലും ഈ ലോകം നൽകാത്ത സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അവൻ ചില കുടുംബങ്ങളിൽ, ചില വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിനെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളും, എല്ലാ മന്ത്രവാദ ആഭിചാര ശുദ്ര പ്രയോഗങ്ങളും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടഞ്ഞു വീഴുവാൻ, തകർന്നു വീഴുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന് അവകാശമായി വെച്ചിരിക്കുന്ന നന്മയെ അനുഭവിക്കുവാൻ കഴിയാതെ രോഗങ്ങളും ദുഃഖങ്ങളും പീഡകളും നിരാശകളും ഇട്ട വ്യക്തി ജീവിതങ്ങളെ തകർക്കുവാൻ നോക്കുന്ന സകല പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഉയരത്തിൽ അഭിഷേകം ഇന്ന് രാത്രി വചനം കേട്ട് വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ പേരും അങ്ങ് പകരുവാൻ ശക്തനായ ദീപമാകയാൽ ഇന്ന് രാത്രി കർത്താവേ ആ വചനത്തിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ ചില പ്രിയപ്പെട്ടവർക്ക് ഇടയാകട്ടെ കർത്താവേ. ഇന്ന് രാത്രി ഹല്ലേലൂയ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, അങ്ങയുടെ വചനം ഭക്ഷിക്കുവാൻ, അങ്ങയുടെ വചനം കേൾക്കുവാൻ ഉള്ള വാഞ്ചയുള്ളവരായി ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഹൃദയത്തെ സമർപ്പിക്കപ്പെടുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസമായി മാറുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. നമുക്കൊരു പാട്ട് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നൽകിയ വചനം ഒരുമിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ബലം ഏറ്റെടുത്ത് ഈ കൂട്ടായ്മ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അനുഗ്രഹീതനായ ദൈവദാസന്മാർ ഗ്രൂപ്പ് അക്കൗണ്ടിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും അനുഗ്രഹീത ഒരു ദൈവദാസി കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് അല്പം വൈകിയാണെങ്കിലും അതേ സ്നേഹതീരം പ്രയർ അനുദിന ചിന്ത എന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ തുടർമാനമായി അത് ഇന്ന് രാത്രിയിലും ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിശ്വാസത്താൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്താൽ മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാൻ ഒട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാൻ ഒട്ടും പിന്മാറുന്നില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുന്നില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുന്നില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല
ഭയപ്പെടില്ല. തോൽവി വരുമെന്നോ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി ജയിക്കും ഭയപ്പെടില്ല. ഞാനുണ്ട് പിന്മാറില്ല വിശ്വാസത്തോടെ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ എല്ലാം എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാലും രോഗത്തിലോ ഇനി താപത്തിലോ പാപത്തിലോ ഞാനധീനനല്ല. രോഗത്തിലോ ഇനി താപത്തിലോ പാപത്തിലോ ഞാനധീനനല്ല. അവേ കഥാന്റെ ശക്തിയെന്ന് അപാരത്തിന്റെ ജയം എനിക്കുണ്ട്. കഥാന്റെ ശക്തിയിന്ന് അപാരത്തിന് ജയം എനിക്കുണ്ട്. ഞാനൊട്ടോ പിന്മാറില്ല വിശ്വാസത്തോടെ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറില്ല. ആരെല്ലാം എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ ആകുല ചിന്തയ നിറയുന്നില്ല. താരങ്ങളോട്ടി കരയുന്നില്ല. അത് ആകുല ചിന്തയ നിറയുന്നില്ല. താരങ്ങളോട്ടി കരയുന്നില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാൻ ഒട്ടോ പിന്മാറില്ല. വിശ്വാസത്തോടെ ചേർന്ന് പറയാത്ത ഇന്ന് രാത്രി മുമ്പുള്ള തടസ്സങ്ങൾ മാറിപ്പോവുക. അതിന് അധികാരത്തോടെ ശാസിക്കുവാനല്ല, ഉയർന്ന അഭിഷേകം പ്രാപിച്ചത് വിശ്വാസത്തോടെ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം എല്ലാം എതിർത്താലും എന്തെല്ലാം ബാധിച്ചാലും പിന്മാറുകയില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്ക് മുമ്പിലുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവം അതിനെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാൽ ഭയപ്പെടില്ല. തോൽവി വരുമെന്നോ ഞാൻ ഭയം. അതെ, ഇന്ന് രാത്രി ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ അതെ നീതിമാനങ്ങൾ അസത്യമാ. അത് എല്ലാത്തിൽ നിന്നു അവനെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി അനർത്ഥങ്ങൾ മാറിപ്പോകില്ല. ഓതിന്റെ മുന്നിൽ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടത്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ കൽപ്പിച്ച് അത് മാറിപ്പോകുന്ന രാത്രി ആരെല്ലാം എടുത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകയില്ല. യോഗത്തിലോ ഇനി ശാപത്തിലോ പാപത്തിലോ ഞാൻ അധീനനല്ല. വിശ്വാസപ്പെടുന്ന യോഗത്തിനെ കിടക്കുകയാണോ? യോഗത്തിനെ തളർത്തുകയാണോ? രാത്രി യോഗത്തിൽ നിന്റെ മേൽ അധികാരമില്ല. ശാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. അവൻ സാത്താന് അവൻ നിന്റെ മേൽ
അധികാരമില്ല. ശാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. ഇന്ന് രാത്രി അതിന്റെ ജയം നൽകുവാൻ ശക്തരായവന്റെ സാന്നിധ്യം അവൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ സ്വർഗം പകരുന്ന രാത്രി വിശ്വസിച്ച് ചേർന്ന് ഹല്ലേലൂയ. ലോകത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാനധീനനല്ല. ലോകത്തിനോ ഇനി ശാപത്തിനോ ആമേൻ പാപത്തിനോ ഞാനധീനനല്ല. സാത്താന ശക്തിയും ശാപബന്ധനത്തിന് ജയം എനിക്കുണ്ട്. ആമേൻ ശക്തിയും ശാപബന്ധനത്തിന് ജയം എനിക്കുണ്ട്. ഓ ഞാനൊട്ടോ പിന്മാറുകില്ല. വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടോ പിന്മാറുകില്ല. വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താൽ എന്തെല്ലാം സ്ഥാപിച്ചാൽ പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകയില്ല. ആകുല ചിന്തയ നിറയുകയില്ല. ഭാരങ്ങളോർത്തിനി കരയുകയില്ല. ആകുല ചിന്തയ നിറയുകയില്ല. ഭാരങ്ങളോർത്തിനി കരയുകയില്ല. അവനെ തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. വിശ്വാസത്തോടെ ചേർന്ന് പാടിയാത്ത തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാൻ ഒട്ടോ പിന്മാറുകില്ല. വിശ്വാസത്തുവരും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറില്ല. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ പ്രതികൂല. രാത്രി ചില പ്രതികൂലങ്ങൾ മാറിപ്പോകുകയാണ്. അവൻ ഉയരത്തിൽ അഭിഷേകമുള്ളവർ, ഉയരത്തിലെ ശക്തി പ്രാപിച്ചവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ തയ്യാറാകുമോ? നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകുകയാണ്. നിന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ മാറിപ്പോകുകയാണ്. അവൻ ഉയരത്തിൽ നിന്ന് അവൻ ശത്രു വാദിച്ചിട്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലത്തിനകത്ത് ഇന്ന് രാത്രി വിശ്വാസത്തോടെ നീ കൽപ്പിക്കണമെങ്കിൽ ഓ ജയം നീ അനുഭവിക്കുവാൻ പോകുകയാണ്. അതെ, വിശ്വാസത്താൽ എന്നും മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഉദകത്തക്ക വിധത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവ ശക്തനാ. ഓ ലോകത്തിന് നിന്റെ മേൽ ഇനി അധികാരമില്ല. ശാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. സാത്താന് നിന്റെ മേൽ അതെ അധികാരമില്ല. നിന്റെ തലമുറയുടെ മേൽ അധികാരമില്ല. നിന്റെ ബിസിനസ്സിന്റെ അധികാരമില്ല. നിന്റെ ശുശ്രൂഷയുടെ മേൽ അധികാരമില്ല. മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗെ എന്നും മധ്യസ്ഥത വഹിക്കുന്ന യേശു കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ആമേൻ. ദൈവ പൈതലേ, നീ നിരാശപ്പെടുവാൻ ആമേൻ ശത്രുവായവൻ എത്ര അതെ പ്രബലപ്പെട്ട് വന്നാലും ആമേൻ നീ നിരാശപ്പെടുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് രാത്രി അതേ നമ്മുടെ നടുവിലാകുന്നതായിരിക്കും. ഹല്ലേലൂയ. നീ പിന്മാറിപ്പോകുവാൻ ആമേൻ, നീ തകർന്നു പോകുവാൻ, നീ ഇല്ലാതാകുവാൻ ആമേൻ, പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, ഹല്ലേലൂയ, ഓ കടഭാരങ്ങൾ, ആമേൻ, വിവിധ വിഷയങ്ങൾ ഓ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അത് തലമുറയിലൂടെ ആകാം, അത് കൂടപ്പുറത്തിലൂടെ ആകാം, അത് ജീവിത പങ്കാളിയുടെ ആകാം, ആമേൻ, അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൂടെ ആകാം, ആമേൻ, ഏതെങ്കിലും മേഖലയുടെ പിശാച് നിന്നെ അതേ തളർത്തിക്കളയുവാൻ അവന്റെ പദ്ധതിയുമായി വരുമ്പോൾ ആമേൻ, ദൈവകൃപയിൽ ശരണപ്പെടുന്ന ഒരു ദൈവവൈദ്യന് തോൽവിയില്ല, പരാജയമില്ല. അവൻ ജയാളിയായി മുന്നേറത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകം ആമേൻ യഹോവയെ കാത്തിരിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവം ഇന്ന് രാത്രിയിലും പലരും ഇടറി വീണപ്പോൾ ആമേൻ, ഇന്ന് പകലിലും അനേകര് ആമേൻ തകർന്നു പോയപ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവർ അതേ പ്രതികൂലത്തിന്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഭക്തനെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ
വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രിയിൽ ആമേൻ വിശ്വാസത്തോടെ അവന്റെ വചനം ഗ്രഹിക്കുന്നവരെ ഉയരത്തിൽ അഭിഷേകം പകരുവാൻ ദൈവം കണ്ടേ. അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മുമ്പിൽ അതേ നിലനിൽക്കുവാൻ ആമേൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ബലം കൊണ്ട് പറ്റത്തില്ല, ബാങ്കിലെ ഡിപ്പോസിറ്റ് കൊണ്ട് പറ്റത്തില്ല, ആമേൻ ബന്ധങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാലങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാ, ഇന്ന് പകലും ആമേൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാ, ഈ സമയവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാ. പല ബന്ധങ്ങളെ വിളിച്ചു നോക്കി, പല പ്രിയപ്പെട്ടവരെ ആമേൻ അതേ കണ്ണിൽ മുട്ടി നോക്കി, ആമേൻ മുട്ടിയതെല്ലാം അടഞ്ഞു, പ്രതീക്ഷിച്ചതെല്ലാം അടഞ്ഞു. ഇന്ന് രാത്രിയിലും ഭയമാണ്, നിരാശയാണ്. ആരോഗ്യ നിന്നെ ഭരിക്കുന്നതെങ്കിൽ അവരെ നിന്റെ നിരാശയെ മാറ്റുക, നിന്റെ ഭയത്തെ മാറ്റുക, നിനക്ക് പ്രത്യാശ നൽകുവാൻ കഴിയുന്ന ഉന്നത ജീവന്റെ വചനം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അസ്ഥികള് സൈന്യമായി നിവർത്തി നിൽക്കുവാൻ അധികാരമുള്ള വചനം ഇന്ന് രാത്രി ആമേൻ ചില കുടുംബങ്ങളെ അതേ പണിയുവാൻ, ചില കുടുംബങ്ങളെ നിവർത്തുവാൻ, ചില തലമുറകളെ ആ പാപത്തിൽ നിന്ന് അതേ വീണ്ടെടുക്കുവാൻ. ഹല്ലേലൂയ. ആ രോഗക്കിടക്കയിലായിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കുവാൻ. ഹല്ലേലൂയ. ആത്മഹത്യ മാത്രമാണ് ജീവിതത്തിൽ ഇനി ശേഷിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നവരെ പോലും ആമേൻ അതിനകത്ത് നിന്ന് പിന്തിരിപ്പിച്ച് ജീവിക്കുവാനുള്ള പ്രത്യാശ നൽകി അവർ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം ആമേൻ അയച്ച് ഉയർത്തിയ ഏക നാമം യേശു എന്ന നാമം. ഇന്ന് രാത്രിയിലും ആ നാമത്തെ ഉയർത്തുവാൻ, ആ നാമത്തെ ആരാധിക്കുവാൻ, ആ നാമത്തെ ശുശ്രൂഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി കൊണ്ടിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഞാനോ കുറയണം, അവനോ വളരണം. ഹല്ലേലൂയ. അവൻ എന്നിലൂടെ അതെ നമ്മളിലൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ യേശുവിന്റെ നാമം ഉയരണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പാപികൾ മനം തിരിയണം, അതേ മനസാന്തരപ്പെടണം. ആമേൻ. അതേ രോഗികൾ സൗഖ്യമാകണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം. കർത്താവിന്റെ വരവിന് മുമ്പ് ലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ നാമം ആമേൻ ആമേൻ ഈ ഫാമിലി ആമേൻ അതേ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ എത്തുവാൻ തക്കവണ്ണം ഇടയാകണമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ഇന്ന് രാത്രിയിലും ആമേൻ ഈ ലൈവിലൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ ആമേൻ അതേ ഇടയായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. തെറ്റിദ്ധാരണ ഉള്ള ലോകത്ത് പലരും ആമേൻ ഇതിനെ ഒരു ഉപജീവന മാർഗമായി കയ്യിലെടുക്കുമ്പോൾ പലരും ഇതിനെ ആമേൻ അതേ മറ്റ് ആമേൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോൾ ആമേൻ അതേ വചനത്തോടൊന്നും കൂട്ടാതെ, മായം ചേർക്കാതെ, കലർപ്പില്ലാതെ, അതിന്റെ തനിമ നഷ്ടപ്പെടാതെ ആമേൻ അത് അതുപോലെ തന്നെ ആമേൻ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥന ആമേൻ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 36 ദിവസവും രാത്രിയിലും ആമേൻ എന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, എന്റെ ഭൗതിക കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടല്ല, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ഈ വേലക്കാക്കി വെച്ചിരിക്കുന്ന കർത്താവിന്റെ വചനം തനിമ നഷ്ടപ്പെടാതെ, മായം ചേർക്കാതെ, ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തിക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. അതേ ശക്തിയുടെ വചനം, ജീവന്റെ വചനം അനേകർക്ക് പോഷകമാകുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരുമെന്ന് പറഞ്ഞ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. അതാ സ്നേഹിത, ഇന്ന് രാത്രി അവൻ നീ കഴിക്കുന്ന ആഹാരത്തിന്റെ ശക്തിയേക്കാൾ ഹല്ലേലൂയ നിന്റെ പ്രശ്നത്തെ മറികടക്കുവാൻ നിന്നെ പ്രാപ്തിയുള്ള കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ഉൾനട്ട ജീവന്റെ വചനം നിന്റെ കാതിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തർജ്ജനം ചെയ്യാതെ, കാഴ്ചക്കാരെ പോലിരിക്കാതെ, കേൾവിക്കാരെ പോലിരിക്കാതെ ഇന്ന് രാത്രി ആമേൻ കരമടിച്ച് ആമേൻ പറഞ്ഞ് ആമേന് പ്രതികരിച്ച് തുടങ്ങിക്കോ. ആമേൻ നിന്റെ ജീവിതത്തിൽ അതേ വിടുതൽ സംഭവിച്ചു തുടങ്ങുകയാണ്. ആമേൻ സൗഖ്യം ആമേൻ വന്നു തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഭംഗിവാക്കായി പറയുകയല്ല, ആമേൻ അത് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ആമേൻ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, അത് കനാവിലെ കല്യാണ വീട്ടിൽ ആദ്യം ആ നാട്ടിൽ ഒത്തിരി കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതം നടന്ന ഒരു വീട് ആ കനാവിലെ കല്യാണ വീട്. ഇന്ന് രാത്രി ഒത്തിരി കാര്യങ്ങൾ പല വീട്ടിലും നടക്കുന്നുണ്ട്. എന്നാൽ ആമേൻ അത് യേശുവിൻ നാമത്തിൽ ആമേൻ ഒരു അത്ഭുതം
അതെ നിന്റെ വീട്ടിൽ ഇന്ന് വരെ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം വെളിപ്പെടുത്തുവാൻ എന്റെ യേശു അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ നീ വിളിക്കുവാൻ തയ്യാറാണെങ്കിൽ, അവനെ നീ ശ്രദ്ധിക്കുവാൻ തയ്യാറാണെങ്കിൽ ഒരു അത്ഭുതം ഇന്ന് രാത്രി നിന്റെ വീട്ടിലും വെളിപ്പെടുത്തി യേശു ജീവിക്കുന്ന ദൈവമെന്ന് നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ തലമുറയിലൂടെ, നിന്റെ ആവശ്യത്തിലൂടെ അതെ ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി ഹല്ലേലൂയ ആമേൻ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യമാണ് ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. ഇന്ന് രാത്രിയിലും ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇപ്രകാരമാണ് ചോദ്യം: നിങ്ങൾ ബുദ്ധിമാനാണെന്ന് ഉറപ്പാണ്. ഹല്ലേലൂയ. പലരും പറയും എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്ന്. ഹല്ലേലൂയ. പലരും പറയും എനിക്ക് നല്ല ജ്ഞാനമുണ്ടെന്ന്. ഹല്ലേലൂയ. പലരും പറയും ഞാൻ അവരെ പോലെ ആകത്തില്ലെന്ന്, ഇവരെ പോലെ ആകത്തില്ലെന്ന്. നോക്കിക്കോ എന്ന് പറഞ്ഞവരെല്ലാം മൂക്കുകുത്തി വീണോണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ബുദ്ധിമാനാണോ? ഉറപ്പുണ്ടോ? ഉറപ്പാണോ? ഹല്ലേലൂയ. നമുക്ക് നോക്കാം, വായിക്കാം. ഹല്ലേലൂയ. ആകയാൽ എന്റെ ഈ വാക്കുകൾ കേട്ട്, ഈ വചനങ്ങളെ കേട്ട്, കണ്ടോ, നാട്ടുകാരുടെ വാക്ക് കേട്ടല്ല, കൂട്ടുകാരുടെ വാക്ക് കേട്ടല്ല, നേതാക്കന്മാരുടെ വാക്ക് കേട്ടല്ല, മഹാന്മാരുടെ വാക്ക് കേട്ടല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുവാൻ ആമേൻ കാരണക്കാരനായ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ ദൈവത്തെ അറിഞ്ഞ് അവന്റെ വാക്ക് കേട്ട കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. മുട്ടേ വലിഞ്ഞ് നടന്ന പ്രായത്തിൽ അമ്മ പറയുന്നതും അപ്പൻ പറയുന്നതും കേട്ട് അവര് കൊടുക്കുന്ന ബിസ്ക്കറ്റും, അവര് കൊടുക്കുന്ന അമ്മിഞ്ഞപ്പാലും, അവര് കൊടുക്കുന്ന പശുപാലും, അവര് കൊടുക്കുന്ന ആഹാരവും, അവര് കൊടുക്കുന്ന ചോറും കഴിച്ച് മുട്ടേ വലിഞ്ഞ് കയ്യെ പിടിച്ചെഴുന്ന വീണും എഴുന്നേറ്റും തട്ടി മുട്ടി ആമേൻ അംഗൻവാടിയിലെത്തി. കരച്ചിലോട് കരച്ചില്. അവിടെ നിന്ന് എന്ന് എഴുതാൻ പഠിച്ച്, അമ്മ എന്ന് കൂട്ടി വിളിച്ച്, അച്ഛ എന്ന് കൂട്ടി വിളിച്ച്, അതിനപ്പുറത്തേക്ക് പിന്നെ പലതും വിളിക്കാൻ പഠിച്ച്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ അതെ ചിരിച്ചും കളിച്ചും വളർന്ന് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്ക് വീട്ടിലില്ലാത്ത ഒത്തിരി കൂട്ടുകാരും കൂടെ കൂടി. ആമേൻ. അങ്ങനെ അധ്യാപകരെയും വകവെക്കാതെ, അപ്പനെയും വകവെക്കാതെ, അമ്മയും വകവെക്കാതെ ആമേൻ കൂട്ടുകെട്ടാണ് ലോകമെന്ന് ചിന്തിച്ചു പോകുന്നവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. അവര് നാശത്തിലേക്കാ. എന്നാൽ അമ്മയപ്പന്മാരെക്കാൾ ഹല്ലേലൂയ കൂട്ടുകാരല്ല വലുതെന്ന് മനസ്സിലാക്കി. ആമേൻ. നൊന്ത് പ്രസവിച്ച അമ്മയെ അപ്പനെ ബഹുമാനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ട്, അത് അനുഭവിക്കുവാനുള്ള ദീർഘായുസ്സുണ്ട്. അതെന്റെ വാക്കല്ല, 66 പുസ്തകങ്ങളായി സത്യവേദ പുസ്തകത്തെ നൽകി തന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിന് അഭിഷക്തൻ എഴുതി തലമുറ ആയുസോടെ നന്മ അനുഭവിക്കുവാൻ, അത് ഇടയാകുവാൻ ഉതകുന്ന ജീവന്റെ വചനമാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിനക്ക് നന്മ വേണോ? നിനക്ക് ആയുസ് വേണോ? ഹല്ലേലൂയ. അവൻ തമ്പുരാന്റെ വാക്ക് കേൾക്കണം. ഹല്ലേലൂയ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ആമേൻ ഭർത്താക്കന്മാരെ, നിങ്ങൾ ആമേൻ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഹല്ലേലൂയ. എന്താ സഭ? ഞാനും നിങ്ങളും അല്ലേ? എന്റെ നിന്റെ കയ്യിലിരിപ്പ് നല്ലതായിരുന്നത് കൊണ്ടാണോ സ്നേഹിച്ചത്? ഹല്ലേലൂയ. ഒന്നിനും കൊള്ളാതിരുന്ന അയോഗ്യരായിരുന്ന എന്നെയും നിങ്ങളെയും ആമേൻ പിതാവായ ദൈവം നിത്യസ്നേഹമുണ്ട്. തന്റെ പുത്രനെ അതെ ക്രൂശിൽ യാഗമാക്കി അതെ കാൺമിന്ന ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുക പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആകയാൽ എന്റെ വചനം, ഈ വചനങ്ങളെ കേട്ട് ഇന്ന് രാത്രി ആമേൻ ഭർത്താക്കന്മാരാകട്ടെ, മക്കളാകട്ടെ, ഭാര്യമാരോട്, ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം?
കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ഞാൻ ആ വേദഭാഗം ഉദ്ധരിച്ച് ശുശ്രൂഷിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ. ഹല്ലേലൂയ. നോക്കണേ, ഇന്ന് രാത്രി ആമേൻ ദുഷ്ടന്റെ വാക്ക് കേട്ടിട്ടല്ല, പാവിയുടെ വാക്ക് കേട്ടിട്ടല്ല, പരിഹാസിയുടെ വാക്ക് കേട്ടിട്ടല്ല, ആമേൻ കുടിയന്റെയും ആമേൻ മുടിക്കുന്നവന്റെയും ആമേൻ തല്ലുകൊള്ളിയുടെയും വായി നോക്കിയുടെയും വാക്ക് കേട്ടിട്ടല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാൻ ദൈവത്തിന്റെ വചനം കേട്ട് വാക്ക് കേട്ട് ആമേൻ ചെയ്യുന്നവനൊക്കെയോ ആമേൻ തകർന്നു പോകത്തില്ലെന്ന് അവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പലരും പണിതത് സൗധങ്ങൾ തകർന്ന് വീണുകൊണ്ടിരിക്കുമ്പോ, പലരുടെയും സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രി വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിനെന്നുള്ള വചനം മനസ്സിലാക്കി ജീവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഞാൻ പാടിയതുപോലെ രോഗത്തിനോ ശാപത്തിനോ ആമേൻ നിന്റെ മേൽ അധികാരമില്ല. ആമേൻ. പാപുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ അധികാരത്തോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വൻ മഴ ചൊരിഞ്ഞു, അത് നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാ വീണില്ല. സമകാലിക സംഭവങ്ങളെ വിലയിരുത്തി ഒന്ന് നോക്കിക്കേ. പലരും പണിതത്, പലരും സ്വപ്നം കണ്ടത്, പലരും ചിന്തിച്ചത് ഒക്കെ വീണുകൊണ്ടിരിക്കുകയാ, തകർന്നുകൊണ്ടിരിക്കുകയാ. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായവന്റെ വാക്ക് കേട്ട് പണിയുന്ന ഒരു പണി, ഒരു വീട്, ഒരു കുടുംബം, ഒരു തലമുറ, ഒരു ജീവിത പങ്കാളി, അത് അതെ സംരക്ഷിക്കുവാൻ ശക്തരായവൻ ഇന്ന് രാത്രി ഈ ലൈവിലെ എന്നെ ശ്രദ്ധിക്കുന്ന വ്യക്തി ജീവിതങ്ങളോടായി പറയുന്നു. അവന്റെ വാക്ക് അവൻ കേട്ട് ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വൻമഴ ചൊരിഞ്ഞാലും, നദികൾ പൊങ്ങിയാലും, കാറ്റടിച്ചാലും അവൻ അതെ വീട്ടിന്മേൽ അലച്ച് അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയ വീണില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നത് ഹല്ലേലൂയ നിലം പരിചയാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തരെ കരം പിടിച്ചുയർത്തി നിർത്തിയത് കട്ടടമേലല്ല. ആമേൻ. കട്ട വെള്ളം പോകുമ്പോ ഉടഞ്ഞു പോകും. അതേ പാറമേല ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഹല്ലേലൂയ ഒരു കാറ്റിനോ ഒരു പേമാരിക്കോ ആമേൻ ഒരു അഗ്നിക്കോ ഒരു നദിക്കോ നിന്നെ മുക്കാൻ കഴിയത്തില്ല. സ്നേഹിത മാതാവേ, നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കുഞ്ഞേ, നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി അവന്റെ വാക്ക് കേൾക്കുന്നവർ, അവനെ വിശ്വസിക്കുന്നവർ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുക സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു. അധികാരം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലേ. ഹല്ലേലൂയ. മഴ പെയ്യത്തില്ലെന്നല്ല, വലിയ മഴ പെയ്യും. ആമേൻ. ഹല്ലേലൂയ. ന്യൂനമർദ്ദം ആമേൻ വന്നും പോയിക്കൊണ്ടിരിക്കും. കാലവർഷം വന്നും പോയിക്കൊണ്ടിരിക്കും. എത്ര വലിയ കാലവർഷം വന്നാലും, എത്ര വലിയ വൻമഴ ചൊരിഞ്ഞാലും അവന്റെ വാക്ക് കേട്ട് ആമേൻ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അനർത്ഥം നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ആമേൻ. അനർത്ഥങ്ങൾ അനവധിയാ. എന്നാൽ അതിനകത്ത് ആമേൻ അത് പരിചയമായി ഇറങ്ങി വന്ന് നിന്നെ മുമ്പോട്ട് നയിക്കുവാൻ ശക്തനായവൻ അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ആമേൻ അനുഭവിക്കുവാൻ കൊതിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയോ ആമേൻ. അതെ, ഇന്ന് രാത്രി ഈ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവർ, ഈ വചനം കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തവർ ആമേൻ അത് ഓഫ് ചെയ്ത് പൊക്കോ. എന്നാൽ ഇന്ന് രാത്രി വചനം കേൾക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? വചനം കേൾക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടോ? നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൻമഴ പെയ്താലും, അതി ചൂള നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, മാരക രോഗങ്ങൾ വന്നാലും അതിനകത്ത് ഉടഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ ഇടയാകാത്ത വിധത്തിൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യമാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആമേൻ ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഇന്ന് രാത്രിയിൽ പലരുടെ വീഴ്ച വലുതായി, പലരുടെയും തകർച്ച വലുതായി, പലരുടെയും നഷ്ടങ്ങൾ വലുതായി. അതേ കണ്ണുനീരിലും ദുഃഖത്തിലും ആമേൻ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, നീ കഴിക്കുന്നത് കഞ്ഞി ചമ്മന്തി ആയിരിക്കാം, നീ
കിടക്കുന്നത് കീറപ്പായലായിരിക്കാം, നിനക്ക് സ്വന്തമായി ഒരു ഭവനമില്ലായിരിക്കാം. ഇതൊക്കെ നല്ലത് ഉള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഇല്ലാത്ത കാരണത്താൽ ആമേൻ നീ നിരാശപ്പെടണ്ട. നീ ക്രിസ്തുവാകുന്ന പാറമേലാണോ അടിസ്ഥാനമിട്ട് നിൽക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, വൻമഴ പെയ്യുമ്പോ, അതെ പേമാരി വരുമ്പോ, ആമേൻ ദുരിതങ്ങൾ വരുമ്പോ, വൻമാളികൾ തകർന്നു വീണുകൊണ്ടിരിക്കുക, മണി സൗധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, പലരുടെ സ്വപ്നങ്ങൾ പൂവണിയാതെ അവൻ നാശത്തിലേക്ക് കൂപ്പ് കുത്തി വീണുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രിയിൽ കൃപയാ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി ഞാനിന്റെ സഭയെ പണിയും പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഹല്ലേലൂയ, വൻമഴ ചൊരിഞ്ഞാലും നദികൾ പൊങ്ങിയാലും ഹല്ലേലൂയ, അടിച്ച് വീട്ടിന്മേൽ അലച്ചാലും ആമേൻ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണ് പോകത്തില്ല, വീണ് പോകത്തില്ല. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സന്തോഷമല്ലേ? എന്നാൽ എങ്ങനെയാണെന്ന് അറിയാമോ പിശാച് ആമേൻ അതെ ഈ പണിയെ ഇളക്കി മറ്റു പണി നടത്തുന്നത്? അതിന്റെ 15 മുതൽ ഹല്ലേലൂയ 23 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ധ്യാനിപ്പിക്കുവാനായിട്ട് പ്രചോദനം നൽകിയപ്പോ എന്റെ ദൈവമേ, അനേക പണി അടിസ്ഥാനമല്ലാത്ത പണിയായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കൽ കൂടി ഇന്ന് പകല് ചിന്തിക്കുവാനിടയായി തീർന്നു. ഒന്ന്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളി. ഹല്ലേലൂയ, മക്കള് വളർന്നു വരുമ്പോ മക്കളെ കുറിച്ച് പ്രവചനം. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. അതെ, ജീവിതത്തിൽ ഒരാവശ്യങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ആമേൻ പ്രവചനം. ഹല്ലേലൂയ. നോക്കണേ, യേശു കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ച് വരുമ്പോ ആമേൻ ഒരു പ്രവാചകന്റെ ഷേപ്പിലും പ്രവാചകന്റെ രൂപത്തിലും ആമേൻ നിനക്ക് വിശന്നിരിക്കുകയല്ലേ, കല്ലിനോടൊപ്പമാകാൻ പറ. ഓക്കേ, ഹല്ലേലൂയ, പ്രവചനമല്ലേ? 40 ദിവസം ഉപവസിച്ച് ആഹാരമില്ലാതിരുന്നിട്ട് ആഹാരം കഴിക്കാനുള്ള ആ ടെൻഡൻസി ഉള്ളപ്പോ ആമൻ വന്നിട്ട് പറയുക, കല്ലിനോട് അപ്പമാകാൻ പറ. ആമേൻ. ഹല്ലേലൂയ. നീ ആവശ്യത്തോടെ ഇരിക്കുമ്പോ ആമേൻ ഈ പ്രവചനമായിട്ട് അല്ലേ നോക്കിയേ, കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളി. ആമേൻ. ആ പ്രവാചകന്മാരെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് അടുത്ത പദം കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ഇന്ന് രാത്രി ആമേൻ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, നീ ആരുമായിക്കോട്ടെ, നീ ഏത് ദേശത്തുമായിക്കോട്ടെ, ഏത് രാജ്യത്തുമായിക്കോട്ടെ, നിന്റെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവം നിന്നെ കേൾപ്പിച്ച വാഗ്ദത്തം സമയമാകുമ്പോൾ നിവർത്തിക്കുവാൻ ശക്തനാണ്. അവൻ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല. അവൻ അതെ സമയത്തിന് മുമ്പേ പ്രവർത്തിക്കുന്ന ദൈവമല്ല. അത് എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ സമയമായിട്ടില്ല, എന്റെ സമയം വന്നിട്ടില്ല. അതിനർത്ഥം അത് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് ഇങ്ങനെയാ. അവൻ സ്വയം ഇഷ്ടത്തിൽ പ്രവർത്തിക്കുവാനല്ല യേശു ഇവിടെ ആയിരുന്നത്, അവനെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനാ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ സമയം, അപ്പോഴേ അവൻ പ്രവർത്തിക്കത്തുള്ളൂ. ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്ന അഭിഷക്തനാണോ, ആമേൻ, മാതാവാണോ, പിതാവാണോ, കുഞ്ഞാണോ, അവൻ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല, അവൻ ന്യായരഹിതമായി പ്രവർത്തിക്കുന്ന ദൈവമല്ല. ആമേൻ. അത് പാസ്റ്ററായാലും പാസ്റ്ററുടെ ഭാര്യയായാലും അവരുടെ മക്കളായാലും, ഇനി സെന്ററോ പ്രസ്പിറ്ററോ, ഇനി പ്രസിഡന്റോ, ഇനി ഡോക്ടറേറ്റോ, ആമേൻ, ഇനി ഏത് വീഡിയോ ആയിക്കോട്ടെ, ആമേൻ, ഏത് താഴേക്കിടയിൽ കിടക്കുന്നവനും ആയിക്കോട്ടെ, ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്തിന് മുമ്പ് പ്രവർത്തിക്കുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ആമേൻ അതെ വീട്, ആമേൻ അതെ കാറ്റടിച്ചാലും വൻമഴ പെയ്താലും, ഹല്ലേലൂയ, വീട്ടിന്മേൽ അത് ആഞ്ഞടിച്ചാലും ആമേൻ വീണു പോകാതെ നിരമ്പരിതയാകാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. എന്താ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേ. ഹല്ലേലൂയ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. ഹല്ലേലൂയ. ഇന്നെല്ലാവർക്കും ആവശ്യം പ്രവചനമാണ്. ആമേൻ. വേഗത്തിൽ കാര്യം നടന്നു കിട്ടണം. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് ആരിലൂടെയെങ്കിലും ഒന്ന് കേട്ട ഭയങ്കര ആശ്വാസമാ, ഭയങ്കര സുഖമാ. ഹല്ലേലൂയ. അതിന്റെ പുറകെ ആമേൻ ഇങ്ങനെ ഓടി സമയം നഷ്ടപ്പെടുത്തി ആമേൻ
സമയം പോയി ക്ഷീണിച്ചിരിക്കുന്ന അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ആമേൻ, കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ഹല്ലേലൂയ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പഠിക്കുമാറുണ്ടോ? ഹല്ലേലൂയ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിൽ ഇടുന്നു. ഹല്ലേലൂയ. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, അടുത്തൊരു കൊട്ടേഷൻ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതാ. ഹല്ലേലൂയ. എന്താണ് സ്വർഗത്തിന്റെ ഇഷ്ടം? പിതാവിന്റെ ഇഷ്ടം എന്താ? ഹല്ലേലൂയ. മാനവരാശിയുടെ ആമേൻ മാനസാന്തരവും രക്ഷയുമായിരുന്നു പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആ ഇഷ്ടം നിറവേറ്റാനാ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ആ പിതാവിന്റെ ഇഷ്ടം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആമേൻ. സ്നാനപ്പെടുന്നത് പിതാവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിന് ഇഷ്ടമാ. പക്ഷേ യേശു ആ യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ടപ്പോ സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഓൺലൈനിലൂടെ സ്ഥിരമായി വചനം കേൾക്കുന്ന ആരെങ്കിലും, ഹല്ലേലൂയ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്യാൻ തയ്യാറാകണം. എന്താ കാര്യം? നീ ദൈവത്തിന് പ്രിയനാകുക. ഹല്ലേലൂയ. ഇങ്ങനെ സകല നീതിയും നിർവഹിക്കുന്നത് നമുക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, അതെ, കല്യാണത്തിന് വേണ്ടിയോ ഏതെങ്കിലും സെന്ററിനോടോ ഏതെങ്കിലും പ്രസ്ഥാനത്തോടോ ഏതെങ്കിലും ഡിനോമിനേഷനോടോ ചേരാൻ ആരും എന്ത് ചെയ്യണ്ട, സ്നാനം വെക്കണ്ട. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഹല്ലേലൂയ. അപ്പോ ആമേൻ, യേശു ആരാണെന്ന് അറിയാൻ പ്രായവും പക്വതയൊക്കെ ആയിട്ട് സ്വയമായിട്ട് അറിഞ്ഞ്, ഹല്ലേലൂയ, അറിയാനുള്ള അവസരം ദൈവം ഒരുക്കുന്നേ അന്ന് ആമേൻ അത് യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് യേശുവുമായിട്ടുള്ള കൂട്ടായ്മ നിരന്തരം ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, എങ്ങനെയാ കൂട്ടായ്മ? ആമേൻ, വചനം വായിക്കണം, ആരാധിക്കണം, പ്രാർത്ഥിക്കണം. ദിവസവും കുളിക്കണ്ടേ? ഇല്ല, നാറില്ലേ? ദിവസവും പല്ല് തേക്കണ്ടേ? അല്ലെ, കുഴപ്പല്ലേ? ആഹാരം കഴിക്കണ്ടേ? കുളിക്കണം, പല്ല് തേക്കണം, പിന്നെ ആഹാരം കഴിക്കണം. എന്നും കഴിച്ചോണ്ടിരുന്നാൽ മതിയോ? അത് മറപ്പോരെ കൃത്യമായിട്ട് കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണെന്ന്. ഹല്ലേലൂയ. അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ തയ്യാറായ ആരോഗ്യത്തോടെ ഭൂമിയിൽ എന്ത് ചെയ്യുക? സന്തോഷത്തോടെ ജീവിക്കുക. ഹല്ലേലൂയ. കളയേണ്ടത് കളഞ്ഞില്ലെങ്കിൽ ബിംബിഷ്ടപ്പെട്ട് ആകപ്പാടെ പ്രശ്നമാകും. ഇന്ന് രാത്രി കളയേണ്ടതിനെ കളഞ്ഞ് വിടേണ്ടതിനെ വിട്ട് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് ജീവിക്കുവാൻ തയ്യാറായ ക്രിസ്തീയ ജീവിതം എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. ഹല്ലേലൂയ. സന്തോഷകരമായ ഒരു ആനന്ദകരമായ ഒരു ജീവിതം. ഭാര്യയുമായി, അതെ, ഭർത്താവുമായി, മക്കളുമായി, അതെ, കൂട്ടുകുടുംബമായി സന്തോഷിക്കുവാൻ ഇതുപോലെ ആമേൻ കഴിയുന്ന ഒരിടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ഈ ഒരു സൗഭാഗ്യത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി സന്തോഷമുണ്ടെങ്കിൽ, ആമേൻ, ഹൃദയത്തിനകത്ത് ശരിയായ സന്തോഷം ഉണ്ടെങ്കിൽ ആമേൻ എന്ന് ലൈക്ക് ചെയ്ത് കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. ആമേൻ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തോടുകൂടെ പരിപാടി നിർത്തണമെന്നാ തോന്നുന്നേ. ഹല്ലേലൂയ. കാരണം എന്താ? ആമേൻ, ഇന്ന് ആമേൻ അതെ സൂമിലായാലും ആമേൻ ലൈവിലായാലും ആമേൻ എന്തുവാ നടക്കേണ്ടത്? ആമേൻ അതെ വീര്യപ്രവർത്തികൾ.
ഹല്ലേലൂയ. ഭൂതങ്ങൾ ആമേൻ എന്ത് ചെയ്യണം? പുറത്താകണം. വീശുമ്പോ പുറത്താകണം, കൽപ്പിക്കുമ്പോ പുറത്താകണം. ഹല്ലേലൂയ. ഇങ്ങനെ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ആമേൻ യേശു കർത്താവ് അതെ സൂക്ഷിക്കാൻ പറയുക. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുക ആമേൻ അതെ വീട് വീണു പോകും, നീ പണിതത് വൻമഴ ചൊരിയുമ്പോ തകർന്നു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് തകരാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കണം. നമ്പർ 1 കള്ളപ്രവാചകന്മാർ. ഹല്ലേലൂയ. നമ്പർ 2 കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ കണ്ടോ, എവിടെ ഭൂതമുണ്ടോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഒരു അപ്പോസ്തലനായിരുന്നു. അതുകൊണ്ട് കർത്താവിന് പകരം വേറൊരു യേശു കർത്താവ് വന്ന് ഭൂതത്തെ എന്ത് ചെയ്തില്ല. ഹല്ലേലൂയ. അവൻ കുരുടനെ കണ്ടാൽ കുരുടനെയും, ചെകിടനെ കണ്ടാൽ ചെകിടനെയും, ഊമനെ കണ്ടാൽ ഊമനെയും, അതെ മുടന്തനെ കണ്ടാൽ മുടന്തനെയും. ഇനി പാറകളിലും പിളർപ്പുകളിലും ആമേൻ അതെ അതെ ശവക്കല്ലറകളിലും ആമേൻ അതെ തീ കണ്ടാലും വെള്ളം കണ്ടാലും വായുവിലൂടെ നൊരയും പതയും വന്നുകൊണ്ടിരുന്ന ഏത് കാറ്റഗറിയിലുള്ളവരെയും ആമേൻ എന്റെ യേശു എന്ത് ചെയ്തു? ആമേൻ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ആമേൻ അതെ ഒരു സ്പെഷ്യലിസ്റ്റും ആമേൻ യേശുവിന്റെ കാലത്തുണ്ടായിരുന്നില്ല. യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന യേശു തെരഞ്ഞെടുത്ത ആമേൻ ശിഷ്യന്മാരിലും ഉണ്ടായിരുന്നില്ല. ആമേൻ അവര് വചനം പ്രസംഗിച്ചെടുത്ത് വചനം കേട്ടവര് സൗഖ്യമാകേണ്ടവര് സൗഖ്യമായി. ഹല്ലേലൂയ. യേശു കർത്താവ് പോലും എല്ലായിടത്തും എല്ലാവരെയും സൗഖ്യമാക്കിയതായിട്ട് കാണുന്നില്ല. അവനിൽ വിശ്വസിച്ചവരും അവനെ തൊട്ടവരും ഹല്ലേലൂയ അവൻ ചോദിച്ചപ്പോ സമ്മതിക്കാൻ തയ്യാറായവരും സൗഖ്യമായിട്ടുണ്ട്. ഞാൻ വായിച്ച വേദപുസ്തകത്തിനകത്ത് അങ്ങനെയാ കാണുന്നത്. ഇന്ന് രാത്രി ആമേൻ പുറകെ പോയി ആമേൻ പിടിച്ചോണ്ട് വന്ന് സൗഖ്യമാക്കുന്ന ചരിത്രം അതെ വേദപുസ്തകത്തിൽ കണ്ടില്ല. എന്നാൽ വേദപുസ്തകത്തിനകത്ത് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 പേര് ചുമന്നുകൊണ്ട് വന്നവനെ സൗഖ്യമാക്കിയത് കണ്ടു. പക്ഷെ അവനോട് പറഞ്ഞു ഇനി മേലെ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അതെ സൗഖ്യമായിട്ട് വീണ്ടും പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവനല്ല. ഞാൻ കണ്ട ഞാൻ വിശ്വസിച്ച എന്റെ യേശു പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി ആമേ ഞാൻ ഇരിക്കുന്നിടത്ത് ആമേ വിശ്വസിക്കുന്നവരെ കൊണ്ടിരുത്താമെന്ന് പറഞ്ഞ യേശു കർത്താവ് അതെ പാപത്തെ വെറുക്കുന്നു. സ്നേഹിത, പാപത്തെ ഉപേക്ഷിക്കൂ ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഓ എന്റെ യേശു ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോ അനേകരെ സൗഖ്യമാക്കി, അനേകരെ വിടുവിച്ചു, അനേകർക്ക് ആശ്വാസമായി. ഇന്ന് രാത്രിയിലും ആ യേശു സൗഖ്യദായകനാണ്. ആ യേശു അതെ വിടുവിക്കുന്നവനാണ്. ഭൂതോപദ്രവം ഉണ്ടോ? ഹല്ലേലൂയ. സഹോദര സഹോദരി, നീ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യനാണോ? നീ പ്രാർത്ഥിക്ക്. നിന്നെ ആമേൻ അതെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതിനൊക്കെ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കേണ്ടത്? നീ വിശുദ്ധ വേദ പുസ്തകം വായിക്കണം. നീ വായിക്കും തോറും നീ ശുദ്ധിയുള്ളവനായി ശുദ്ധിയുള്ളവളായി മാറിക്കൊണ്ടിരിക്കും. നിന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. നീ കൽപ്പിച്ച ഭൂതം പോകുന്ന ആമേൻ, നീ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകുന്ന. അല്ലാതെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കുറെ പേരെ ആമേൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, കാണുന്നില്ല. ഇന്ന് രാത്രി അഭിഷേകം നിന്റെ മേൽ വീണ ആമേൻ നീ ഒരു അഭിഷക്തനായി അതെ യേശുവിന്റെ നാമത്തിൽ അതെ രോഗികൾ സൗഖ്യമാകത്തക്ക വിധത്തിൽ നിന്റെ മേലും ആമേൻ നിന്നിലൂടെയോ ആമേൻ നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് നീ കാലിൽ നിന്നും എടുത്തു അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്റെ യേശു വലിയവൻ. ഹല്ലേലൂയ. 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 അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് തീർത്തു പറയും. കർത്താവ് വരാൻ സമയമായി. ഇതിന് സമയമായിക്കൊണ്ടിരിക്കുക. പോടാ പോടാ, എന്നെ വിട്ട് പോടാ എന്ന് പറയുന്ന സമയം ആഗതമായിക്കൊണ്ടിരിക്കുക. കാരണം എവിടെ തിരിഞ്ഞാലും അത്ഭുതം, എവിടെ തിരിഞ്ഞാലും വീര്യപ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. അടിസ്ഥാനമായി മാസ്റ്റർ പ്ലാനായ സത്യവേദ പുസ്തകം വായിച്ച് അത് സത്യവേദ പുസ്തകം വിശ്വസിച്ച് ആമേൻ ജീവിക്കാത്ത ഒരു വ്യക്തിക്കും നിലനിൽപ്പില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ ക്രിസ്തു വ്യാജ പ്രവാചകന്മാരെ കുറ്റം വിധിക്കുന്നത് നാം അവിടെ കാണുകയാണ്. ഹല്ലേലൂയ.
ഇന്ന് രാത്രി എന്നോട് ആരും പണങ്ങരുതേ. ഹല്ലേലൂയ. ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന ആലോചന പറയാറുണ്ട്. വചനത്തിലൂടെ അല്ലാത്ത ഒരു ആലോചനയും ഞാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ തയ്യാറാകരുത്, അതിനെ ചോദ്യം ചെയ്യണം. ഹല്ലേലൂയ. അതേ വചനത്തിലൂടെ ആമേൻ എന്റെ ദൈവം ആരോട് പറയാൻ പറഞ്ഞാലും അതേ വചന തെളിവോടുകൂടെ ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതേ സദൃശ്യവാക്യം 9-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ. ആമേൻ. വ്യാജ ശ്രോതാക്കൾക്കെതിരെ ആമേൻ നാം ജാഗ്രതരായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വ്യാജ ശ്രോതാവായി ഞാൻ ഇനി ഇരുന്ന് കൊടുക്കരുത്. ഹല്ലേലൂയ. എന്ത് കേട്ടാലും അതിന്റെ മുമ്പിൽ ഇരുന്ന് പോയാൽ തകർന്നു പോകുന്നു. ഹല്ലേലൂയ. സത്യം കേൾക്കുകയും ആമേൻ അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനികളും വിഡ്ഢികളും തമ്മിൽ വലിയൊരു വ്യത്യാസം ആമേൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എവിടെ? ആമേൻ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ? ആമേൻ. അതെ മണലിന്റെ മേൽ വീട് പണിതവനും ആമേൻ അതെ പാറയുടെ മേൽ വീട് പണിതവനും. ഹല്ലേലൂയ. അപ്പൊ വീട് പണിയണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തവന് പണിയാൻ പറ്റത്തില്ല. അപ്പൊ വീട് പണിയാൻ അറിവില്ലാത്തവൻ അറിയുന്നവരെ ആശ്രയിച്ച് അവരെ കൊണ്ട് എന്ത് ചെയ്യും? ആ സ്ഥാനമൊക്കെ നോക്കി പണിയും അല്ലേ? ഹല്ലേലൂയ. അവൻ വീടിന് ഇത്ര ഫൗണ്ടേഷൻ വേണോ, ഇത്രയും കല്ല് വേണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അതെ, ആ ചതുപ്പ് നിലമാണെങ്കിൽ അവൻ മഴ പെയ്താൽ അത് തകർന്നു വീഴാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് ആഴത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ഫൗണ്ടേഷൻ ഇടേണ്ടി വരും. അത് എഞ്ചിനീയർക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എഞ്ചിനീയർ പറയുന്നതിനനുസരിച്ച് അറിയാത്തവൻ പണിയാൻ വേണ്ടി തയ്യാറാകുമ്പോഴാണ് ഹല്ലേലൂയ എന്ത് ചെയ്യുന്നത്? അത് ഉറപ്പോടെ നിൽക്കുന്നത്. ഇന്ന് രാത്രി അറിവുള്ളവൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു, തന്റെ ആത്മാവിനെ അയച്ചു. ഹല്ലേലൂയ. അവനോളം അറിവുള്ളവൻ യേശു, യേശു, യേശുവാരിലും വലിയവൻ. അതെ, ശലോമോനിലും വലിയവനാണ് എന്റെ യേശു. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ ആമേൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ മുഴുവൻ വായിക്കണം, സമയം പോകും. ജ്ഞാനമായവൻ തനിക്കൊരു വീട് പണിതു. ആരാ? ജ്ഞാനമായവൻ. കണ്ടില്ലേ? ഓ, കാർപോർച്ച് എന്താ അടിപൊളിയായിട്ട് പണിതിരിക്കുന്നത്. ആ വീടിന്റെ ഷേപ്പ് കാണുമ്പോ അറിയാം, ആ വീടിന്റെ ആ പ്ലാൻ കാണുമ്പോ അറിയാം അത് നല്ല പണിയാൻ അറിയുന്ന ആളാ പണിതത്. ചില വീടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേ വീട്ടിന്റെ അകത്തോട്ട് കയറുമ്പോ ചോദിക്കും, അറിവില്ലാത്തവന് ചോദിക്കും ഇത് ആരാ തേച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ ആ തേച്ചതെല്ലാം അവിടെ ഇവിടെ ആകപ്പാട് ഒരു വല്ലാത്ത പരുവത്തില്. ഹല്ലേലൂയ. ചിലര് ടൈൽ ഇട്ടിരിക്കുന്ന കണ്ട ആമേൻ എന്താ വള്ളം പോലെയാ. ആമേൻ. അതെ, പലരും ആമേൻ പണിയുന്നുണ്ട്. പണിക്കൊക്കെ പല കുഴപ്പങ്ങളും ഉണ്ട്. ആമേൻ. ഇവിടെ ഇതാ കർത്താവ് 2 പണിയെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു പണിയെ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ ശരിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആമേൻ ഈ ഭൂമിയിൽ ശരിയായി ജീവിക്കുവാൻ അതെ അവസരമൊരുക്കുന്ന ദൈവം തമ്പുരാൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ജീവിക്കാൻ തയ്യാറായാൽ വൻമഴ പെയ്താലും പേമാരി ഉണ്ടായാലും മാരക രോഗങ്ങൾ വന്നാലും മഹാമാരി വന്നാലും അതെ വീണു പോകുവാൻ ഇടയാകാതെ ദൈവമിട്ട ആയുസ് വരെ സമാധാനത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തനാക്കുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. ഹല്ലേലൂയ. അവൾ മൃഗങ്ങളെ അറുത്തു. നോക്കണേ, ജ്ഞാനമായവൾ ചെയ്യുന്ന പരിപാടിയാ. ഇന്നും അങ്ങനല്ലേ? വീട് പണിയാൻ വേണ്ടി തുടങ്ങുമ്പം മൃഗങ്ങളെ അറുക്കും. ഹല്ലേലൂയ. പിന്നെ അതുകൂടാഞ്ഞിട്ട് എന്ത് ചെയ്യും? വീതി കലക്കും. ആമേൻ. തന്റെ മേശ ചമയിച്ചിരിക്കുന്നു അല്ലെ? ആമേൻ. അസ്ഥിവാരം ഇടുമ്പോ തൊട്ട് അല്ല അളവ് പിടിക്കുമ്പോ തൊട്ട് കോഴിയെ ഇറക്കി വീഞ്ഞ് കള്ളും ഇപ്പൊ പട്ടച്ചാരായി ഇല്ലല്ലോ അല്ലെ, ബ്രാൻഡി എന്തോ പോട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ വീട് പണി ആമേൻ ജ്ഞാനമായവൾ ആമേൻ അതെ 7 തൂൺ തീർത്തു അല്ലെ. കട്ടിള വെക്കുമ്പോ, ജനല് വെക്കുമ്പോ, ആമേൻ ജെന്റിൽ വാർക്കുമ്പോ, പിന്നെ മെയിൻ സ്ലാവ് ഇടുമ്പോ, അതെ മെയിൻ വാർപ്പ് നടക്കുമ്പോ എന്ത് ചെയ്യണം? മൃഗങ്ങളെ അറക്കണം. ആമേൻ വീഞ്ഞ് കലക്കണം. പിന്നെ തീന്മേശയിൽ എല്ലാം ഒരുക്കണം അല്ലെ. അവൾ തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൾ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരുവിൻ, എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവിൻ.
ബുദ്ധിഹീനത വിട്ട് ജീവിപ്പി, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളി. ഹല്ലേലൂയ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭത്സിക്കുന്നവന് കറ പറ്റുന്നു. ഹല്ലേലൂയ. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും. ഇന്ന് രാത്രി ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് രണ്ട് കാര്യമാണ്. ഒന്ന്, ആമേൻ, യഹോവയുടെ, യേശുവിന്റെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്ക് കേട്ട് പണിയുന്നവൻ. ഹല്ലേലൂയ. രണ്ട്, ആമേൻ, സ്വന്തം ഇഷ്ടത്തിൽ, സ്വന്തം ജ്ഞാനത്തിൽ, കൂട്ടുകാരന്റെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഇഷ്ടത്തിന് പണിയുന്നവൻ. ഹല്ലേലൂയ. ഇതിലേത് കൂട്ടത്തിലാ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ ജ്ഞാനമായവൻ വീട് പണിതപ്പോ 7 തൂണ് തീർത്തു. എന്നിട്ട് അവൾ വിളിച്ചുകൂട്ടിയവരോട് പറയുകയാണ്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിജ്ഞാനവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവുമാകുന്നു. നോക്കണേ, അവള് അവിടെ വിളിച്ചുകൂട്ടിയിട്ട് ആ വന്നവരോട് ആമേൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോ ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, 2 പണിയാണ്. ഇന്നത്തെ ലോകത്ത് വീട് പണിയുമ്പോൾ, കട്ടള വെക്കുമ്പോ ആമേൻ കലക്കി വീഞ്ഞിന് പകരം കൊടുക്കുന്നത് എന്താ? ആനമൈക്ക്, മൂലേവറ്റി, അല്ലെ? ആനമൈക്ക് എന്നൊക്കെ പറഞ്ഞു എന്തോ. എന്നാൽ ജ്ഞാനമായ ഒരു വ്യക്തി ആമേൻ വീട് പണിതപ്പോൾ അവൾ വിളിച്ചുകൂട്ടിയവരോട് പറയുക, ആമേൻ, ജ്ഞാനിയെ പ്രബോധിപ്പിക്ക, അവന് ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാവൃത്തി പ്രാപിക്കും. യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ബോധശക്തമായവൾ മോഹ പരവേശിയായിരിക്കുന്നു, അവൾ ബുദ്ധിഹീനത തന്നെ ഒന്നും അറിയുന്നതുമില്ല. ഹല്ലേലൂയ. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകും. ഒന്നുകൂടെ വായിക്കാം. മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. അതുകൊണ്ടല്ലേ കള്ളന്മാര് കൂടുന്നത്? മടിയന്മാര് കൂടുന്നത് അതുകൊണ്ടല്ലേ? മോഷ്ടിച്ച വെള്ളത്തിന് ഭയങ്കര മധുരമാണ്, ഒളിച്ചു തിന്നുന്ന അപ്പത്തിന് ഭയങ്കര രുചിയാണ്. എന്താ അതിന്റെ കാര്യം? അധ്വാനിച്ച് തിന്നണമെങ്കിൽ വേർപ്പൊഴുകണം. ഹല്ലേലൂയ. പഠിച്ച് മാർക്ക് മേടിക്കണമെങ്കിൽ പഠിക്കണം, ഉറക്കളയ്ക്കണം, ബൈഹാർട്ട്. അതെ, അധ്യാപകർ പറയുന്നതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കോപ്പി അടിച്ച് ജയിക്കുന്നവന് വല്ല പാടുണ്ടോ? വിലവെടുപ്പുള്ള വീട് കൊത്തി തുറന്ന ആമേൻ, അതെ, ലോക്കർ കുത്തി പൊളിച്ച് ഇരിക്കുന്ന പൊന്നും പണവും ഒക്കെ എടുത്തോണ്ട് പോയി അടിപൊളി വീടും പണിത് കാറും എടുത്ത് നടക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? സുഖമല്ലേ സ്നേഹിത? ഉടഞ്ഞു വീടും തകർന്നു വീടും തരിപ്പണമാകും. ഹല്ലേലൂയ. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവിടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നാം വായിച്ചു കേട്ടതുപോലെ 2 തരത്തിലുള്ള ആളുകൾക്ക് ആമേൻ ഒരേ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. ആമേൻ. 2 തരം. ആമേൻ. അതെ, ഒരു വീട്. ഹല്ലേലൂയ. വീട് എല്ലാം ഒരുപോലെയാണ്, പക്ഷെ 2 തരം ആമേൻ ടൈപ്പ് ആളുകളാണ്. അല്ലെ? ആമേൻ. കള്ളന്മാര് പണിയുന്ന വീടും ആമേൻ നല്ലവര് പണിയുന്നതും വീടാണ്. അല്ലെ? അവര് കഴിക്കുന്നതും ആഹാരമാണ്, നല്ലവര് കഴിക്കുന്നതും ആഹാരമാണ്. അല്ലേ? 2 ടൈപ്പ് ആളുകൾ, 2 ടൈപ്പ് പണി. പക്ഷെ എല്ലാവർക്കും ആമേൻ എന്താ ആവശ്യം? ഹല്ലേലൂയ. വീട് വേണം, ആഹാരം വേണം, വസ്ത്രം വേണം. പക്ഷേ അതെങ്ങനെ സ്വന്തമാക്കുന്നു എന്നുള്ളതിലാണ്. ഒന്ന്, കള്ളവും വഞ്ചനയും ചതിയും കൊള്ളരുതായ്മയും അനീതിയും ആമേൻ അക്രമവും ഒക്കെ നടത്തി എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടര് നേരെ ചൊവ്വെ ജീവിച്ച് സമാധാന പൂരിതമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. അവരും വീട് വെക്കുന്നു, അവരും ഭക്ഷണം കഴിക്കുന്നു, അവരും ഡ്രസ്സ് ധരിക്കുന്നു.
ഹല്ലേലൂയ. ആമേൻ. അതെ, വീട് ആമേൻ എന്ന വാക്ക് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. വീട് എന്ന ആ വാക്ക് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതം ലോകത്തിന്റെ കാര്യങ്ങളിലോ ധനകാര്യത്തിലോ രാഷ്ട്രീയത്തിലോ ആമേൻ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലോ ആമേൻ അതെ അവൻ അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ അവൻ ബുദ്ധിമാനായിരിക്കും. ഹല്ലേലൂയ. എന്താ കാര്യം? ആമേൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവൻ തകർന്നു പോകുന്ന രീതിയിൽ അതിനൊന്നും കൈ കൊടുക്കുവാൻ, അതിനൊന്നും സമയം കളയുവാൻ അവൻ തയ്യാറാകത്തില്ല. ഇന്ന് രാത്രി മനസ്സിലായവർ മാത്രം കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അനേകര് ആമേൻ ദൈവവുമായിട്ടുള്ള അറിവിന്റെ കാര്യത്തിൽ ആമേൻ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടുപേർ നിർമ്മിച്ച വീടുകൾ ആമേൻ തമ്മിലുള്ള വലിയ വ്യത്യാസം ആമേൻ എന്താണെന്ന് അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ആമേൻ അവരെ ഉറപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആ വചനം കുറിവാക്യമായി വായിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഈ വചനം ആമേൻ ശ്രവിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ അടിസ്ഥാനപരമായി ഒരു വീടിന്റെ ഭാഗമാണ് ഹല്ലേലൂയ അതെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. അത് ഭാഗ്യമായി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണുവാൻ കഴിയത്തില്ല. പലപ്പോഴും അത് ആമേൻ മറഞ്ഞിരിക്കുന്ന ആമേൻ അവിടെ നിന്ന് അത് വീടിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു? പിന്തുണയ്ക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനിയുടെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്ഥലങ്ങളിൽ കർത്താവായ യേശുവിനെ അനുസരിക്കുവാനുള്ള ആഗ്രഹം ഉടലെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ആഗ്രഹം ഉടലെടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവന്റെ ആത്മീയ ദാരിദ്ര്യം തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് അവനെ പ്രാപ്തനാക്കുകയും അവനെ താഴ്ത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അത് താഴ്ന്നിരിക്കുന്നവർക്ക്, താഴ്മയോടെ നടക്കുന്നവർക്ക് ആത്മാവിന്റെ ഇടപെടലും ആത്മാവിന്റെ സാന്നിധ്യവും അനുഭവിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി അവർ ദാഹിച്ച് അവൻ തന്റെ ജീവിതത്തിൽ ദൈവം നിറവേറ്റപ്പെടുമെന്ന് അവർ ആത്മാർത്ഥമായി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ജ്ഞാനിയായ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ആമേൻ അനുസരണത്താൽ താൻ അവനിൽ വിശ്വസിച്ചുവെന്ന് അവൻ വെളിപ്പെടുത്തുവാൻ അവന്റെ ജീവിതത്തെ അവൻ സമർപ്പിക്കുവാനും തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ വിഡ്ഢിയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ അനുസരിക്കുവാനുള്ള ആഗ്രഹം അവൻ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അതിനാൽ സ്വാഭാവികമായും ക്രിസ്തു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ പ്രായോഗത്തിൽ വരുത്തുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനായി അദ്ദേഹത്തിന് ആന്തരികമായ അറിവ് ഇല്ലാതെ പോകുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ആ ദൈവവുമായിട്ടുള്ള അങ്ങനെയുള്ളവരുടെ ജീവിതം പൂർണ്ണമായും ആഴമില്ലാത്ത ഒരു ഉപരിതലമായി ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മണ്ണിന്മേൽ പണിത വീട് വൻമഴ അതെ ചൊരിയുമ്പോൾ മറിഞ്ഞു വീഴുന്നത് പോലെ പലരുടെയും കുടുംബജീവിതങ്ങൾ, ഭാര്യ ഭർത്ത ബന്ധങ്ങൾ, മക്കൾ ഒക്കെ തകർന്നു പോകുവാൻ ആമേൻ തൊഴിലുകൾ തകർന്നു പോകുവാൻ ബിസിനസ് തകർന്നു പോകുവാൻ ഒക്കെ കാരണം ഹല്ലേലൂയ ഇതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഹല്ലേലൂയ ആമേൻ അതെ മണൽ മാറ്റുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. ആമേൻ മണലിന്മേൽ പണിതിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാ നീ എന്ന് ജീവിക്കുന്നതെങ്കിൽ അടിസ്ഥാനമില്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു ജീവിതത്തിന് ഉടമയാണ് ഇന്ന് രാത്രി താങ്കളെങ്കിൽ ഹല്ലേലൂയ വ്യക്തമായി ആമേൻ ഒരു ധാരണയില്ലാതെ ലക്ഷ്യമില്ലാതെ ആമേൻ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ മരണാനന്തരം നീ എവിടെയായിരിക്കണമെന്ന് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. നിന്റെ നിത്യത എവിടെയാണെന്ന് നിനക്ക് അറിവുണ്ടോ? ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ നിന്റെ ഭാവി എന്താകും? നിന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്താകും? നിന്റെ ജീവിത പങ്കാളിയുടെ അവസ്ഥ എന്താകും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനമിട്ട ഒരു പണി ഒരു വ്യക്തി നീ മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം
3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. നോക്കിക്കേ, സത്യം പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ തല പോകേണ്ടി വന്നാലും, അത് സത്യം ചെയ്തിട്ട് ഛേദം അനുഭവിക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, ആമേൻ, ഈ ഒരൊറ്റ അടിത്തറയിൽ ആമേൻ തന്റെ വീട് പണിയാൻ പോലും ആമേൻ വിഡ്ഢികൾ എന്ത് ചെയ്യുന്നില്ല, ആമേൻ തയ്യാറാകുന്നില്ല. ഇന്ന് രാത്രി വിഡ്ഢികളായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഇരിക്കണമെന്നില്ല. വിഡ്ഢിയായ നിന്നെ ആമേൻ വിഡ്ഢിത്വത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ശക്തനായ ഒരുവനുണ്ടെങ്കിൽ അതെന്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. പലരും ആമേൻ കവിളിക്കിട്ടു, പലരും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയും. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ തെരഞ്ഞെടുക്കുന്ന അടിസ്ഥാനം, ആമേൻ, അവന്റെ സ്വന്തം ചിന്തകൾ അല്ലെങ്കിൽ മതിപ്പുകൾ അല്ലെങ്കിൽ വികാരങ്ങൾ, അതുമല്ലെങ്കിൽ സ്വന്തം ആമേൻ അതെ മതപരമായ ആശയങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ, ഇവയിലൂടെയാണ് ആമേൻ അവൻ ശരിയായി ഒരു അടിത്തറ ഇടേണ്ടത്, ആമേൻ അടിത്തറ പാകേണ്ടത്. ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെയും അത് വീട് പരീക്ഷിക്കപ്പെടണമെന്ന് യേശു ആമേൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കൊറോണ-19 ആമേൻ മഹാമാരി, ഇപ്പോഴാണെങ്കിൽ ആമേൻ എന്തുവാ ആമേൻ മർദ്ദം, ആമേൻ അതെ വൻമഴ, ആമേൻ അതെ ന്യൂനമർദ്ദം വന്ന് ആമേൻ അതെ കാലവർഷ കെടുതി ഒക്കെ പ്രവചനത്തിലൂടെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാ. കാലാവസ്ഥ ഗവേഷകരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ജനങ്ങൾ ആമേൻ ആശങ്കരായിക്കൊണ്ടിരിക്കുകയാ. വാനകോള നിരീക്ഷകർ ആമേൻ ആകെ അവര് ആമേൻ അതെ പരിഭ്രാന്തിയിൽ കാര്യങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ആമേൻ. ഇവിടെ യേശു കർത്താവ് പറയുന്നു, ഓരോ വ്യക്തിയുടെയും വീട്, ഞാൻ പറഞ്ഞല്ലോ വീടാണ് ആമേൻ ജീവിതത്തിന്റെ ആമേൻ സമസ്ത മേഖലകളിൽ അവനെ അതെ നിത്യതയിലേക്ക് എത്തുന്നത് വരെ അടിസ്ഥാനപരമായിട്ട് അവന് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു ആമേൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. വീട്, ഇന്ന് രാത്രി വീട് ആമേൻ ജീവിതം പരീക്ഷിക്കപ്പെടണമെന്ന് യേശു ഊന്നി പറയുകയാണ്. ഹല്ലേലൂയ. മഴ, വെള്ളപ്പൊക്കം, കാറ്റ്, ആമേൻ എന്നിവ ആമേൻ അതിന്റെ എല്ലാ ഭാഗങ്ങളിലും ആമേൻ അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കഷ്ടതകൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. ആമേൻ. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കെതിരെ ശക്തമായ ഈശാന കാറ്റുകൾ ഉയർന്നു പൊങ്ങി അടിച്ചേക്കാം. പെരുവള്ളങ്ങൾ നിന്നെ മുക്കത്തക്ക വിധത്തിൽ അതെ വന്നേക്കാം. നദി നിന്റെ മേൽ കവിയുന്നത് പോലെ തോന്നിയേക്കാം. പക്ഷെ അതിനൊന്നും നിന്നെ തൊടാൻ, നിന്നെ മുക്കാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം ആമേൻ 1-2 അധ്യായങ്ങൾ വായിക്കുന്നില്ല, സമയം പോരാ. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇയ്യോബിന്റെ ജീവിതത്തിൽ ആമേൻ വിവിധ പരീക്ഷകൾ. ഹല്ലേലൂയ. ആമേൻ. കൊടുങ്കാറ്റ് പോലെ, ആമേൻ പേമാരി പോലെ, ആമേൻ വൻമഴ പോലെ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉയർന്നു പൊങ്ങി ആഞ്ഞടിച്ചപ്പോൾ നഷ്ടങ്ങളുടെ കൂമ്പാരത്തിന്റെ ലിസ്റ്റുകൾ, ആമേൻ സഹോദരന്മാർ, ഹല്ലേലൂയ, മക്കൾ പോയി, സ്വത്തുക്കൾ പോയി, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ആമേൻ സുഹൃത്തുക്കൾ മാറിപ്പോയി, സ്വന്തം ഭാര്യ മാറിപ്പോയി. ആമേൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം ഇയ്യോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അത് അനുഭവിക്കുവാൻ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് അവസരമുണ്ടായില്ല. ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവത്തെ സേവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഇയ്യോബിന്റെ കഷ്ടതയുടെ ആ കഠിന ശോധനയുടെ സമയത്ത് ആമേൻ ആമേൻ ഇട്ടിട്ട് പോയ ഭാര്യയ്ക്ക് അധികം കാലം ജീവിച്ചിരിക്കാൻ സാധിച്ചില്ലെന്ന് ആമേൻ അതെ ഇന്ന് രാത്രി അവന്റെ വാക്ക് കേട്ട് അതെ വലയിറക്കുവാൻ തയ്യാറായ പത്രോസിന്റെ ആ ശൂന്യമായ പടകിനെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച് അവന്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർ ആരുണ്ട്? അവർ പണിയുന്ന അതേ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ അവർ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ റിബല ശബ്ദരഗനഗസി. ഹല്ലേലൂയ. യിരെമ്യാവ്, കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിനെ ആമേൻ അതെ ഈ വൻമഴയും ഈ കാറ്റും ഈ പേമാരിയൊക്കെ ബാധിച്ചെന്ന്. അഭിഷക്തനെ, നീ ഒരു പ്രവാചകനായി അറിയപ്പെടുന്ന വ്യക്തിയാണോ? നീ ഒരു ശുശ്രൂഷകനായി അറിയപ്പെടുന്ന വ്യക്തിയാണോ? ആമേൻ. നീ ആമേൻ കൃപാവരങ്ങളാൽ അതെ ജ്വലിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ ഒരു ഹൗസ് വൈഫാണോ? നീ ഒരു ആമേൻ ഉദ്യോഗസ്ഥനാണോ? നീ ഒരു വീട്ടു ജോലിക്കാരിയാണോ?
നീ ഒരു നാട്ടു ജോലിക്കാരനാണോ, നീ കമ്പനിയിൽ ജോലി ചെയ്യുന്നവനാണോ, നീ വെറുതെ ഇരിക്കുന്നവനാണോ, നീ വിദ്യാർത്ഥിയാണോ, അതെ നീ പ്രായാധിക്യത്തിൽ എത്തിയ ഒരു വ്യക്തിയാണോ, ഇതാ ദൈവത്തിനു വേണ്ടി സദാസമയം കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമായി ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതനായ അഭിഷക്തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം ഹല്ലേലൂയ അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? ഹല്ലേലൂയ അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകുകയില്ലയോ? നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ടും എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കിക്കേ, ആമേൻ പകല് മുഴുവൻ അല്ലെങ്കിൽ കിട്ടുന്ന അവസരം മുഴുവൻ പാപം ചെയ്തിട്ട് ആമേൻ ഒരു പാപബോധവും ഇല്ലാതെ, ആമേൻ ഒരു കൂസലും ഇല്ലാതെ, നാടൻ ഭാഷ പറഞ്ഞു ഹല്ലേലൂയ ഒരു മാനസാന്തരവും ഇല്ലാതെ, ഒരു അനുതാപവും ഇല്ലാതെ പകല് മുഴുവൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തോന്നിയ പോലെ ജീവിച്ചിട്ട് സന്ധ്യയ്ക്ക് വന്നിട്ട് പായിട്ടിട്ട് സ്വോത്ര സ്വോത്ര ഹല്ലേലൂയ പറയുന്ന അനേകർ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക. നീ പരസംഗം ചെയ്യാത്ത സ്ഥലം എന്തുള്ളൂ? ഹല്ലേലൂയ മരുഭൂമിയിൽ അരാബ്യർ എന്ന പോലെ നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു. നിന്റെ പരസംഗത്താലും വഷളത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ ദൈവമക്കളെ, ദേശം മലിനപ്പെടാതിരിക്കുവാൻ മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുവനുണ്ടോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തോട് പാപം കൂട്ടി ഹല്ലേലൂയ കിട്ടുന്ന അവസരങ്ങൾ തിന്ന് സുഖിച്ച് പൊളച്ച് ആമേൻ അതെ പലതും പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറയുക, അതെ സൂക്ഷിക്കണം. കള്ളപ്രവാചകന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ അതെ മണലിന്മേൽ പണിയുന്നത് പോലെ പലരും ഇവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാനമുള്ളതിൽ പണിത് അതെ നിലനിൽക്കുവാൻ ഇടയാകേണ്ടതിന് സൂക്ഷിക്കുവാനുള്ള ആഹ്വാനം ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ നീ ഇന്നു മുതൽ എന്നോട് എന്റെ പിതാവേ നീ എന്റെ യൗവനത്തിലെ സഖി എന്ന് വിളിച്ചു പറയുകയില്ലയോ? അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ? അവൻ സദാകാലം ദോഷം വെച്ചുകൊണ്ടിരിക്കുമോ? എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു. നോക്കുക, ഒരു വശത്ത് പ്രാർത്ഥനയും പ്രാർത്ഥനയോടൊപ്പം ആകാത്ത കാര്യങ്ങളും ഹല്ലേലൂയ ബഹുഭൂരിപക്ഷം അത് ദൈവമക്കളെന്നും ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് ജീവിക്കുന്നവരുടെ ജീവിതത്തിന്റെ അവസ്ഥയല്ലേ സത്യവേദപുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോശിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അരുളി ചെയ്തത് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അത് വിശ്വാസികളെന്ന പേരും പറഞ്ഞ് സ്നാനപ്പെട്ടെന്നും പറഞ്ഞ് ആമേൻ സഭയ്ക്കകത്ത് ആമേൻ അംഗത്വമുണ്ടെന്നും പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കുന്നത് കണ്ടുവോ? ഹല്ലേലൂയ അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ആമേൻ ക്രിസ്ത്യാനികൾ എന്ന പേരാ, പക്ഷേ എവിടെ പോയും പരസംഗം ചെയ്യുക. അതെ കണിയാനെ കണ്ടാൽ കണിയാന്റെ കൂടെ, പണിക്കനെ കണ്ടാൽ പണിക്കന്റെ കൂടെയോ ആമേൻ അതെ മഷിയിടാൻ പറഞ്ഞ അവിടെ പോയി. കാരണം എന്താ? പ്രശ്നം പരിഹരിക്കണം. യേശു സകലത്തിനും പരിഹാരകനാണെന്ന് അതെ പേര് ഉള്ള ആമേൻ ക്രിസ്ത്യാനിയെ ഇന്ന് രാത്രി പേരിൽ ക്രിസ്ത്യാനികളായതുകൊണ്ടായില്ല ജീവിതത്തിൽ നീ ക്രിസ്തുവിന്റെ അനുകാരിയായി ജീവിക്കുവാൻ. ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന ആ പാറയിൽ അടിസ്ഥാനമിടുവാൻ സമർപ്പിക്കപ്പെടുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ അത് വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ ഹല്ലേലൂയ ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. ആമേൻ കൂടപ്പറപ്പേ ഹല്ലേലൂയ നീ ചെയ്യുന്നത് ആമേൻ പലരും കണ്ടുകൊണ്ടിരിക്കുകയാ, പലരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാ. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത് ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണ പത്രം കൊടുത്ത് വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. നോക്കണമേ ആമേൻ പാപത്തോട് പാപം കൂട്ടി വീണുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് അനേകര് അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസ്നേഹം ഇല്ലാത്തവരായി മക്കളും
ആമേൻ കുടുംബം തകർന്ന് പോയിക്കൊണ്ടിരിക്കുമെന്ന് വചനം പറയുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുമ്പോ സഹോദരി യഹൂദ എന്ന വാക്കിന് അർത്ഥമെന്താ? സ്തുതിക്കുന്നവളെന്ന. ഹല്ലേലൂയ. പലരും വീഴുന്നത് കണ്ടിട്ട് സ്തുതിക്കുന്നവളും ആമേൻ ആ പാപം ചെയ്തത് നിമിത്തം, അകത്യം ചെയ്തത് നിമിത്തം ആമേൻ അവർ മണലിന്മേൽ പണിതത് കൊണ്ട് വീണു പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും സ്തുതിക്കുന്നവളായ യഹൂദയും എന്ത് ചെയ്യുക? വീണുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി കൃപയുള്ളവർ ആമേൻ അതെ ദൈവത്തിന്റെ വാക്ക് കേട്ട് പണിയുവാൻ സമർപ്പിക്കപ്പെടുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. മനോലാഘവത്തോടെ ചെയ്ത അവളുടെ പരസംഗ ഹേതു ദേശം മലിനമായി പോയി. കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു. ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രി പൂർണ്ണ മനസ്സോടെ ആമേൻ യഹോവയിലേക്ക് മടങ്ങി വരാത്ത ആരെങ്കിലും ഈ ലൈവിൽ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, വരും ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, മടങ്ങി വരുവാൻ തയ്യാറായിക്കൊള്ളുക. കർത്താവ് വരാൻ സമയമായി. ആമേൻ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് ദൂരം പോകുന്നു എന്ന് പറഞ്ഞത് ആരോടാ? ആമേൻ. പ്രവചിക്കുകയും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളുടെ പുറകെ പോയവരോടാ. ഹല്ലേലൂയ. ആമേൻ. അത് അത്ഭുതം നിന്നു പോയിട്ടില്ല, വീര്യപ്രവർത്തികൾ നിന്നു പോയിട്ടില്ല. പക്ഷേ വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെയുള്ള പ്രവചനമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നീ ചെന്ന് വടക്കോട്ട് നോക്കി ഈ വചനങ്ങളെ വിളിച്ചു പറയുക. ആമേൻ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം എന്തുകൊണ്ടാ വിളിച്ചു പറയുന്നതെന്ന് അറിയാമോ? സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി നിയോഗം തന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. വിശ്വാസത്യാഗിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രി മടങ്ങി വരുവാൻ എത്ര പേര് തയ്യാറാണ്? ആ ധൂർത്തപുത്രൻ സുബോധമുണ്ടായപ്പോൾ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ആമേൻ മടങ്ങി പോരുവാൻ ചിന്തിച്ചപ്പോഴേ ദൈവം ആമേൻ തനിക്ക് വേണ്ടി കരുതുവാനിടയായി. ഇന്ന് രാത്രി കംബാക്ക്, മടങ്ങി വരാൻ തയ്യാറാകും, മടങ്ങി വരാൻ തയ്യാറാകും. ആമേൻ. തലമുറകൾ മടങ്ങി വരട്ടെ, ആ ഭാര്യ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ, ആമേൻ നേതൃത്വങ്ങൾ മടങ്ങി വരട്ടെ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി അതേ ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ നീ ദ്രോഹം ചെയ്ത് പച്ചമരത്തിൽ കീഴിലൊക്കെയും അന്യന്മാരുടെ ദുർമാർഗമായി നടന്നതും എന്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകർത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദനിൽ ആമേൻ പാപം ചെയ്തിട്ട് ആമേൻ സമ്മതിക്കാതെ കുറ്റം പറഞ്ഞ വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെ അതേ സന്തതികളല്ലേ അതിന് സമ്മതിക്കത്തില്ലെന്ന്. പക്ഷേ ആ പാരമ്പര്യം മാറിയെന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്വർഗത്തിന്റെ പൗരത്വത്തിലാ ഇന്ന് നീ ദൈവവൈതലായിട്ടാ ജീവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നീ സമ്മതിക്കുക. ആമേൻ. ആദാമിന്റെ പരമ്പരയ്ക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല, കാരണം അവര് സമ്മതിച്ചില്ലെന്നേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ച് പെരുകുമ്പോൾ അക്കാലത്ത് ഹല്ലേലൂയ ഇനി യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അക്കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാൽ സകല ജാതികളും അവിടേക്കും യെരൂശലേമിലേക്കും തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. ഇന്ന് രാത്രി ഈ ദൂത് ഏറ്റെടുക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആ കാലത്തെ യഹൂദാഗ്രഹം ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഹല്ലേലൂയ. ഞാനോ നിന്നെ ദത്തെടുത്ത് നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ച് നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇസ്രായേൽ ഗ്രഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസ പാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസ
വിശ്വാസ പാതകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പ്രമാണവും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വഴിയും ഒക്കെ അറിഞ്ഞിട്ടറിയാത്തവരെ പോലെ ജീവിച്ചത് കൊണ്ട് ഇന്ന് കരഞ്ഞ് നിലവിളിക്കുക, ഈ മഹാമാരി ഒന്ന് മാറ്റിത്തരാം. ഹല്ലേലൂയ. വിശ്വാസ ത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ വിശ്വാസ ത്യാഗം മാറ്റിത്തരാം. ആമേൻ. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. അതേ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൽ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. ലജ്ജാ വിഗ്രഹങ്ങളോ ഞങ്ങളുടെ യവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ഹല്ലേലൂയ എല്ലാം തിന്നു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പുഴു തിന്നുന്നത് പോലെ പലരുടെയും സമ്പാദ്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. പത്രോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതെ ഉണ്ടായ ഒരു കാര്യം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ടു ചേർന്നു. ഹല്ലേലൂയ. അവൻ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസ് അവരുടെ ഇടയിലിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് ഉണ്ടായ ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ചൊന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അല്ലെ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പലരുടെ ഇടയിലൊക്കെ പോയി എന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്. പരിഹാസികളുടെ കൂടെ ഇരിക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ഇവനല്ലേ പുള്ളി, ഇവൻ പോയി അങ്ങ് ഇരുന്നെന്ന്. ഹല്ലേലൂയ. അവൻ ആമേൻ. ഹല്ലേലൂയ. തീവട്ടത്തിന് അടുക്കെ ഇരിക്കുന്നത് ഒരു ബാലിക്കാരത്തി കണ്ടു കേട്ടോ. ഹല്ലേലൂയ. നോക്കണേ. ആമേൻ. അവനെ ഉറ്റുനോക്കി ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നീ പോയിരിക്കുന്നിടത്ത് ചിലര് ഉറ്റു നോക്കിയിട്ട് അവൻ പറയത്തില്ലേ, നീയും ആ കർത്താവിന്റെ ആളല്ലേടാ, നീയും ആ കർത്താവിന്റെ കൂടെ അല്ലേടാ, നീയും കൊട്ടിപ്പാടാൻ പോകുന്നവനല്ലേടാ. ഹല്ലേലൂയ. നോക്കിയേ, അവനോ സ്ത്രീയോ അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറയും. നോക്കണേ, ഒരുവൻ തകർന്നു പോകുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്. ഹല്ലേലൂയ. തകർക്കുന്നവൻ പിന്നാലെയുണ്ട്. അവൻ വല വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരു പെൺകൊച്ചിലൂടെ ഉറ്റുനോക്കി സംസാരം തുടങ്ങി. ആമേൻ. അരുമനാഥനെ തള്ളിപ്പറഞ്ഞു. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു. സഹോദര സഹോദരി, വിടില്ല നിന്നെ. നീ ഒരു അഭിഷക്തനായി ദൈവം നിന്നെ വിളിച്ചിറക്കിയതാണെങ്കിൽ പിശാചി നിന്റെ പുറകെ വന്ന് നിന്നെ തകർക്കാൻ പദ്ധതിയിട്ട് നിന്റെ വട്ടം കൂടി നീ അവരുടെ കൂടെ ഇരുന്ന് സമയം കളയരുത്. ഇന്ന് രാത്രി വിടേണ്ടതിനെ വിടാൻ തയ്യാറായിക്കോ. ആമേൻ. ഇതാ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാൻ അല്ല എന്ന് പറഞ്ഞു. ആമേൻ. ഏകദേശം 1 മണി നേരം കഴിഞ്ഞാറെ വേറൊരുവൻ, ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. നോക്കിക്കേ, ഒരു പെൺകൊച്ചിലൂടെ, ഒരു ബാല്യക്കാരനോട്, മറ്റൊരുത്തനിലൂടെ അതെ 3 പ്രാവശ്യം അവനെ പ്രലോഭിപ്പിച്ച് അവനെ പണിയിൽ നിന്ന് പിന്മാറ്റി അവനെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് പിശാച് അടുത്ത് വന്നപ്പോ അവൻ ഉറപ്പില്ലാത്തവനായിരുന്നത് കൊണ്ട് അവൻ അവരുടെ കൂടെ അകപ്പെട്ട് അരുമനാഥനെ തള്ളിക്കളയുവാൻ, തള്ളി പറയുവാൻ തക്കവണ്ണമിടയായി. അവന്റെ ഹൃദയത്തെ വശീകരിച്ചെന്ന്. ഹല്ലേലൂയ. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. ഇന്ന് രാത്രി
നിന്നെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് വള്ളിപുള്ളി തെറ്റാതെ കണ്ട് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ പത്രോസ് അനുതപിച്ചു, പുറത്തിറങ്ങി അത് ദുഃഖത്തോടെ കരഞ്ഞു. ഇന്ന് രാത്രി അനുതപിച്ചു കരയുന്ന നിന്നോട് കരുണ കാണിക്കുവാൻ ശക്തനായ സ്വർഗത്തിലെ ദൈവം പേമാരിക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, വന്മഴയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, തകർച്ചയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, തീച്ചൂളയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, സിംഹത്തിന്റെ ഗുഹയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി വിടുവിക്കുവാൻ ശക്തനായവനിലേക്ക് തിരിഞ്ഞു വരുവാൻ അടിസ്ഥാനമായി പണിത് അവന്റെ ശബ്ദം കേട്ട് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ, പൗലോസ്ലിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ആമേൻ ജീവിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ ഹല്ലേലൂയ, ബഹു സഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, തീർന്നില്ല, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചും കൊണ്ടും മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. ഹല്ലേലൂയ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ഹല്ലേലൂയ. ഒന്നും ഇല്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ ഹല്ലേലൂയ ജീവിക്കുവാൻ പൗലോസിനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി നിന്നെയും ശക്തീകരിക്കും. സ്നേഹിത, സഹോദരി, മാതാവേ, കുഞ്ഞെ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധി ഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ട് പലപ്പോഴും പ്രാണ ഭയത്തിലായി. ഹല്ലേലൂയ. 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ സഭകളോടെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ആമേൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതിരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അടലാതിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി തീ ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടപ്പറപ്പായിട്ടുണ്ടെങ്കിലും വന്മഴ ഉണ്ടാകാം, ആമേൻ, ഉറക്കളപ്പുണ്ടാകാം, പട്ടിണി ഉണ്ടാകാം, പൈതാകം ഉണ്ടാകാം. എന്നാൽ ഇതിലൊന്നും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. വേറെ ചില പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. ഹല്ലേലൂയ. കല്ലറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളുകളുടെയും കോലാളുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ
പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവർ ഉയർന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യമാകുന്നു. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ആമേൻ. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനം അംഗീകരിക്കുവാൻ, അനുസരിക്കുവാൻ ആര് തയ്യാറാകും? അവരെ ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണു പോയില്ല. പലരും വീണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പലരും തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഇട്ടിരിക്കുന്ന ആമേൻ അടിസ്ഥാനം ആമേൻ ഇളകാതെ നിലനിൽക്കുന്നതാകയാൽ ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ആ പഠിപ്പിക്കലുകളിൽ ആമേൻ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ബിസിനസ്, നമ്മുടേതാകുന്ന സമസ്ത മേഖലകൾ കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയിലും വരുവാനിരിക്കുന്ന ആമേൻ തലമുറയിലും ഒരു സാക്ഷ്യമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആശ്രയിച്ച് ജീവിക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ സൂക്ഷിക്കുവൻ കള്ളപ്രവാചകന്മാരെ. ഹല്ലേലൂയ. പലരെയും തെറ്റിച്ചു കളഞ്ഞുകൊണ്ട് ആമേൻ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും മാത്രം ആമേൻ വെളിപ്പെടുത്തിക്കൊണ്ട് ആമേൻ പാപത്തെ കുറിച്ച് യാതൊരു ബോധവും വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യാതൊരു അറിവും കൊടുക്കാതെ ആമേൻ 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 ഈ ദുഷ്ടലോകത്ത് അനേകര് പണിയുന്നത് തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തകർന്നു പോകാതെ ജീവിക്കുവാൻ ഉതകുന്ന നിത്യജീവന്റെ വചനങ്ങൾ ഇന്ന് രാത്രി കേട്ടവർ ആമേൻ വൻമഴ ചൊരിഞ്ഞാലും ആമേൻ കാറ്റടിച്ചാലും ആമേൻ അത് പേമാരി വന്നാലും മഹാമാരി വന്നാലും തകർന്നു പോകാതെ നിത്യതയിൽ എത്തുവാനിടയാലും തീരേണ്ടത് ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ടോ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, തകർന്ന് തർപ്പണമായി കൊണ്ടിരിക്കുന്ന ലോകത്ത് തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ യേശു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത വചനം ഇന്ന് രാത്രി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ഇരമ്യാവിന്റെ കാലത്ത് കർത്താവെ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന്റെ കാലത്ത് കർത്താവെ അരുളി ചെയ്ത വചനത്തെ ഞങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഇതെല്ലാം ഞങ്ങൾ തകർന്നു പോകാതെ നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തിയുള്ള കരുത്തുള്ള മനുഷ്യനാക്കി ഈ ഭൂമിയിൽ അതേ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഇന്ന് രാത്രി സ്പഷ്ടമായി വ്യക്തമായി ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി പറയുന്നു. ഇന്ന് വചനം കേട്ട ആരെങ്കിലും ആമേൻ ആമേൻ മടങ്ങി ദൈവസന്നിധി യഥാസ്ഥാനപ്പെട്ട് പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അങ്ങയുടെ നാമം ചൊല്ലി അങ്ങനെയുള്ളവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവർ ഉയർന്നു വരട്ടെ. അവരുടെ ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ശുശ്രൂഷയിൽ ആമേൻ, ആത്മീയ ആമേൻ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ദൈവം ആമേൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവം ഇട്ടിരിക്കുന്ന വ്യവസ്ഥയിൽ പണിയുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ പണിയുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ ഇന്ന് രാത്രി എന്റെ യേശു വെട്ടിമാറ്റി സ്വർഗം കൈപിടിച്ച് ഉയർത്തി മാനിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മടങ്ങി വരുന്നവരെ ചേർത്ത് നിർത്തി മാനിക്കുന്ന ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പാപത്തെ ഉപേക്ഷിച്ച് പാപിയെ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി ഹൃദയം ഇന്ന് രാത്രി സമർപ്പിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, ശുശ്രൂഷയിൽ വർധനവുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ആമേൻ സമസ്ത മേഖലകളിൽ ഒരു വർധനവുണ്ടാകും. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നമ്മുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ഇന്ന് രാത്രിയുടെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ സന്തോഷമാണെങ്കിൽ ആമേൻ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിൽ നാളിതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. ഭക്ഷണത്തിനും പ്രേരിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ഈ മിനിസ്ട്രിയോട്, ഈ കൂട്ടായ്മയോട് കൈത്താങ്ങലായി സഹകരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവരായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പ് അക്കൗണ്ടിലൂടെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. അവരുടെ ഒരു വാക്കായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്നത്. അതുകൊണ്ട് സമയം ലഭിക്കുന്നവർ ആ ഗ്രൂപ്പിൽ കയറി ആ ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ, കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുക. അങ്ങനെ ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം എത്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് അക്കൗണ്ടിലെ, പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലെ എല്ലാ ഫ്രണ്ട്സുകൾക്കും, അവരുടെ ജീവിത പങ്കാളികൾ, കുടുംബങ്ങൾ, തലമുറകൾ, അവരുമായി സമസ്ത മേഖലകൾ ആമേൻ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയും നമുക്ക് വീണ്ടും കാണാം.